ബഹുപദ ചിത്രങ്ങൾ എന്ന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു പോളിനോമിയൽ കിട്ടിക്കഴിഞ്ഞാൽ, ബഹുപദം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഗ്രാഫ് എന്താണ് കണ്ടെത്തലാണ് ഇത് പ്രധാനമായും ചെയ്യുന്നത്. ഇവിടെ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്ന ഒരു ഗ്രാഫ് ബഹുപദം തന്നിട്ടുണ്ട്. ബഹുപദം പോളിനോമിയൽ തന്നിട്ടുണ്ട്. ഇതില് ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ നമുക്ക് അറിയാം അത് പോയിന്റുകൾ ആവശ്യമുണ്ട്. അപ്പൊ ആദ്യത്തെ ജോലി പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി എക്സിന് ഞാൻ 0 എന്ന് കൊടുക്കുന്നത്. പി ഓഫ് എക്സിൽ എക്സിന് പകരം 0 കൊടുത്താൽ 0 പ്ലസ് 1 എത്ര വന്നു? 1. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1, അതായത് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എക്സിന് പകരം 1 എന്ന് കൊടുത്തു. 2 വന്നു 1 പ്ലസ് 1 2 എന്ന് കിട്ടി. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് കൊടുത്തു. 3 വരെ ഞാൻ കൊടുത്തു നോക്കണം. അപ്പോൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് 3 എന്ന് കിട്ടി. ഈ വില ഒരു പട്ടിക രൂപത്തിലാക്കുകയാണ് അടുത്ത് ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് കണക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടെ എളുപ്പമാവാൻ വേണ്ടി അതിന് വേണ്ടിയിട്ട് എക്സും വൈയും എഴുതി. എക്സിന്റെ വില 0 ആയപ്പോൾ വൈ അല്ല പി ഓഫ് എക്സ്. എക്സിന്റെ വില 0 ആകുമ്പോൾ പി ഓഫ് എക്സിന്റെ വില എത്ര കിട്ടിയത്? 1. എക്സിന്റെ വില 1 ആയപ്പോൾ പി ഓഫ് എക്സിന്റെ വില എത്ര കിട്ടി? 2. എക്സിന്റെ വില 2 ആയപ്പോൾ പി ഓഫ് എക്സിന്റെ വില എത്ര കിട്ടി? 1. ഈ കാര്യം ഉപയോഗിച്ച് നിങ്ങൾ ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ എക്സ് വില അടയാളപ്പെടുത്തുന്ന ഒരു വര, അപ്പൊ കുത്തനെയായിട്ട് വൈ വില അടയാളപ്പെടുത്താനുള്ള വര കൂടി വരയ്ക്കുകയാണ്. സ്ട്രൈറ്റ് ആയിട്ടുള്ള വരയ്ക്കുന്നത് വരച്ചപ്പോൾ കുറച്ചൊക്കെ ഭംഗി കൂടി പോയിട്ടുണ്ട്. ഈ വരയിൽ പി ഓഫ് എക്സിന്റെ വിലകളും ഈ വരയിൽ എക്സ് വിലയാണ് അടയാളപ്പെടുത്തുന്നത്. എക്സ് വില നമുക്ക് 0, 1, 2 ആണ് പോകുന്നത്. അപ്പോൾ 2 വരയും കൂട്ടിമുട്ടിയ സ്ഥലത്തിന് 0 എന്ന് കൊടുത്തു. ഇത് 1, 2, 3. ഈ ഭാഗത്തേക്കാണെങ്കിൽ -1, കുറച്ചുകൂടി നീട്ടി വരയ്ക്കുകയാണെങ്കിൽ -2, -3. മുകളിലേക്കും അതേപോലെ 1, 2, 3. താഴേക്ക് -1, -2, -3. സ്ട്രൈറ്റ് ലൈൻ ആവണേ, നേർരേഖ ആവണം. നമ്മൾ എക്സിന്റെ വില 0 ആകുന്ന സമയത്ത് പി ഓഫ് എക്സിന്റെ വില എത്രയാണ്? 1. അപ്പൊ എക്സ് 0 കിട്ടി. പി ഓഫ് എക്സിന്റെ വില ഈ വരയിലാണ് ഉള്ളത്. പി ഓഫ് എക്സുകൾ ഉള്ളത് ഈ വരയിലാണ്. നമ്മളെ പി ഓഫ് എക്സുകൾ ഉള്ളത് നമ്മൾ ശ്രദ്ധിക്കണേ. എക്സിന്റെ വില ഇവിടെ 0 എന്ന് വന്നപ്പോൾ നമ്മുടെ പി ഓഫ് എക്സിന്റെ വില കിടക്കുന്നത് ഇവിടെയാണ്. 0 നേരെ ഇങ്ങനെ പോയി. ഇവിടെയാണ് നമ്മൾ ആദ്യത്തെ വില. എക്സിന്റെ വില 1 ആകുമ്പോൾ പി ഓഫ് എക്സിന്റെ വില എത്ര വരണം? 2. 1 ആകുമ്പോൾ മുകളിലേക്ക് പോയി ഇവിടെ വരെ അവസാനിച്ചു. ഇവിടെയാണ് അടുത്ത വില. ഇനി എക്സിന്റെ വില 2 ആകുമ്പോൾ പി ഓഫ് എക്സിന്റെ വില ഇതുവരെ പോകണം? 3 വരെ പോകണം. ഇതുവരെ പോകണം. അപ്പൊ ഈ പോയിന്റുകൾ നമ്മൾ അടയാളപ്പെടുത്തുന്നു. ആദ്യത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു, ഇതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ഇത്. അടുത്ത പോയിന്റ്. ഈ 3 പോയിന്റുകളും കൂട്ടിയിട്ട് നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. സ്ട്രൈറ്റ് ലൈൻ. കണ്ടോ? സ്ട്രൈറ്റ് ലൈൻ. ഇവിടെ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്നതിന്റെ ഗ്രാഫ് വരച്ചപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? ഒരു നേർരേഖയാണ്. നമുക്ക് മറ്റൊരു ബഹുപദത്തിന്റെ കൂടി ചെയ്ത് നോക്കാം. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഞാൻ എടുത്തത് എക്സ് പ്ലസ് 4 എന്നുള്ള ബഹുപദത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ
ടേബിൾ വരയ്ക്കാൻ ഒന്നുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് കണ്ടുപിടിക്കാം. എക്സിന് 0 കൊടുത്തപ്പോൾ ഇതെല്ലാം 0. 0 പ്ലസ് 4 4. എക്സിന് 1 കൊടുത്താലോ 1 പ്ലസ് 4 5. 2 വില മിനിമം കൊടുത്താൽ മതി. 2 ആയപ്പോ എത്ര വന്നു? 6 എന്ന് കിട്ടി. ഇനി നോക്ക്, നമ്മൾ എക്സിന്റെ വിലയിൽ ഏറ്റവും വലുത് എത്രയാണ്? 2. വൈകിന്റെ വിലയോ 6. അപ്പൊ നമ്മൾ ലൈൻ വരയ്ക്കുമ്പോൾ ഈ ലെങ്ത്തുകളെല്ലാം കിട്ടുന്ന രീതിയിലാവണം ലൈൻ വരയ്ക്കേണ്ടത്. ഒന്നുകൂടി കൃത്യമായി വരയ്ക്കാൻ വേണ്ടി ഞാൻ കയ്യിലെടുത്ത് നോക്കുകയാണ്. ശരിയാവും നോക്ക്. നമ്മൾ എക്സ് വിലകൾ അടയാളപ്പെടുത്താനുള്ള ലൈൻ കൂടി വരയ്ക്കണം. എക്സ് വിലകൾ അടയാളപ്പെടുത്തേണ്ട ലൈനാണിത്. ഇതിൽ നമ്മൾ 2 വരെയുള്ള പോയിന്റാണ് അടയാളപ്പെടുത്തുന്നത്. നമുക്ക് നമ്മുടെ പേജിനെ ഉപയോഗിക്കാം. ഈ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഞാൻ പറഞ്ഞു 0 വരുന്നത്. ഇവിടെ ഞാൻ 1 എന്ന് എഴുതി, ഇതിന് 2 എന്ന് കൊടുത്തു, 1 എന്ന് കൊടുത്തു, 4. മറ്റാണെങ്കിലോ -1 -2 -3 -4 കണ്ടോ? മുകളിലേക്ക് 1 2 4 5. കുറച്ചുകൂടി മുകളിലാണ് ഒരു പോയിന്റ് കൂടി ബാക്കിയുണ്ട് അല്ലേ? -5 6. താഴേക്കാണെങ്കിലോ -1 -2 -2. ഓക്കെ, നേരത്തെ ചെയ്തതുപോലെ നമ്മൾ പോയിന്റ് കണ്ടുപിടിക്കുകയാണ്. എക്സിന്റെ വില കൂട്ടിമുട്ടിയ സ്ഥലം 0 ആയതുകൊണ്ട് വൈന്റെ വില, വൈ അല്ല, വലിയ ഗ്രാഫിലൊക്കെ വൈ എന്ന് പറയുന്നത് യു ഓഫ് എക്സ് ഇവിടെ ഇതാണ് എക്സ്. എക്സ് 0 ആകുമ്പോൾ യു ഓഫ് എക്സ് എത്ര വരണം? 4. ഇതാണ് ആ പോയിന്റ്. 1 ആകുമ്പോൾ ഇതിന്റെ വില 1 ആകുമ്പോൾ ഏതിലേക്ക് പോകണം? 5ലേക്ക് പോകണം. 1 5. 2 ആകുമ്പോൾ ഏതിലാ പോണ്ടത്? 6. സംഭവം ആണല്ലേ? പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. 0 ആയപ്പോ 4. 1 ആകുമ്പോ എത്രയായിരുന്നു? കിട്ടി. 2 ആവുമ്പോൾ 6. ഇനി ഈ 3 പോയിന്റും കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ലൈൻ വരയ്ക്കണം. കൂട്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു ലൈൻ വരയ്ക്കുകയാണ്. നമുക്ക് ഇപ്പൊ വരച്ചപ്പോഴും നമുക്ക് കിട്ടിയത് എന്ത് തന്നെയാണ്? ഒരു സ്ട്രൈറ്റ് ലൈൻ തന്നെയാണ് കിട്ടിയത് അല്ലേ? നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റും. ഇവിടെ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 4 എന്ന ബഹുപദത്തിന്റെ പോളിനോമിയലിന്റെ ഗ്രാഫ് വരച്ചപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? സ്ട്രൈറ്റ് ലൈൻ ആണ്, അഥവാ നേർരേഖയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചതായിരുന്നു പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്ന രൂപത്തിൽ എഴുതുന്ന എല്ലാ പോളിനോമിയൽസും ബഹുപദങ്ങളും ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്, ഒന്നാം കൃതിയാണ്. ഇതിന്റെ എല്ലാത്തിന്റെയും ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ഒന്നാം കൃതി ബഹുപദങ്ങളുടെ എല്ലാ ഗ്രാഫും ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും, നേർരേഖയായിരിക്കും. ഇങ്ങനെ ആവാം.
ഇങ്ങനെയാവാം, ഇങ്ങനെയാവാം, ഇങ്ങനെയാവാം. മറക്കരുത്, എ എക്സ് പ്ലസ് ബി സി എന്ന് പറഞ്ഞാൽ ഏതാണ്? ഒന്നാം കൃതി ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. കുറച്ച് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x പ്ലസ് 4. ഇവിടെ എക്സിന്റെ കൃതിയായിട്ട് വരുന്നത്, പവർ ആയിട്ട് വരുന്നത് ഒന്നാണ്, ഒന്നാം കൃതി. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x മൈനസ് 3, ഇതും ഒന്നാം കൃതി തന്നെയാണ്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 4, ഇതൊക്കെ ഒന്നാം കൃതി ബഹുപദങ്ങളാണ്. ഓക്കെ, ഇനി ഒരു ടാസ്ക് തരാം. യു ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 3. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x plus 3. P of x is equal to 3x minus. ഇതിന്റെ ഒക്കെ ഗ്രാഫ് വരും.